ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ അല്ല, ജസ്റ്റ് ഒരു നമ്മുടെ ഈവനിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് സൺഡേ ഒക്കെ ആയിക്കൊണ്ട് കുട്ടികളുമായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കറങ്ങാമെന്ന് കരുതി ഇറങ്ങിയതാണ്. നമ്മളപ്പോൾ കോട്ടയം തെള്ളകത്തുള്ള ചൈതന്യ പാർക്കിലേക്കാണ് വന്നത്. അവിടെ ആകുമ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളിങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എൻട്രി ഫീ ഒന്നുമില്ല, നമുക്ക് തികച്ചും സൗജന്യമാണ്. അകത്തുള്ള എക്സ്ട്രാ കരിക്കുലറിന് മാത്രം നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പച്ചപ്പൊക്കെയാണ്. രണ്ട് സൈഡും ഫുള്ള് ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. കുട്ടികൾക്ക് തന്നെയല്ല മുതിർന്നവർക്കും ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പുറത്തു വന്നു. ഇവിടെ ഒരുപാട് ആനിമൽസിന്റെ സ്റ്റാച്ചു ഉണ്ട്. കൂടാതെ ഗിനിപ്പന്നി, മുയല്, ലവ് ബേർഡ്സ് അങ്ങനെ കുറച്ച് മൃഗങ്ങളെ ഇവരിവിടെ വളർത്തുന്നുണ്ട്. വളരെ ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിലാണ് ഈ സ്റ്റാച്ചു എല്ലാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇത് കാണുമ്പോൾ വളരെ കൗതുകമാണ്. കുട്ടികൾ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഇളയ കുട്ടിയാണത്. അവനെ നമ്മൾ വീട്ടിൽ കുഞ്ഞ എന്നാണ് വിളിക്കുന്നത്. അവന് സത്യം പറഞ്ഞാൽ ഈ സ്റ്റാച്ചു ഒക്കെ കണ്ടിട്ട് വളരെ എക്സൈറ്റ്മെൻ്റ് ആണ്. അവൻ ആദ്യമായിട്ടാണ് ഇത്രയും വലുപ്പത്തിലുള്ള സ്റ്റാച്ചു ഒക്കെ കാണുന്നത്. അവൻ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ അറിയാതെ അവിടെ എല്ലാം ഓടി നടക്കുകയായിരുന്നു. ഒരെണ്ണത്തെ കയറും, അവൻ അവിടെ നിന്നൊരു കംഫർട്ടല്ല, അവൻ അടുത്തതിലേക്ക് ഓടും. കുട്ടികൾ അങ്ങനെയല്ലേ, അവർക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ഉള്ളതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്ക് മൊത്തത്തിലൊരു എക്സൈറ്റ്മെൻ്റ് അല്ലേ. വലിയ ആനിമൽസിന്റെ മാത്രമല്ല ചെറിയ ആനിമൽസിന്റെ സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. ഇടയ്ക്ക് നമുക്ക് കാണുമ്പോൾ തോന്നും അത് ഒറിജിനൽ ആണെന്ന് വരെ. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഇവരിവിടെ സ്റ്റാച്ചു അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ പാർക്ക് മാത്രമല്ല, അതുകൂടാതെ ചൈതന്യയുടെ കാർഷിക നഴ്സറി ഉണ്ട്. അവിടുന്ന് നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ സാധിക്കും. ഇതിവിടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ്. കാണുമ്പോൾ നമുക്കൊരു സൂവിലേക്ക് നോക്കുന്ന ഫീലിംഗ് ആണ്. ഒരുവിധം എല്ലാത്തരം ആനിമൽസിന്റെ സ്റ്റാച്ചു ഇവിടെയുണ്ട്. കാണാൻ വളരെയധികം ഭംഗിയുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇവിടം കാണുമ്പോൾ ഒരു പ്രത്യേക കൗതുകം തന്നെയാണ്. നമ്മൾ അറിയാതെ തന്നെ ആ ഓരോ ആനിമൽസിനെയും ഒന്ന് നോക്കിപ്പോകും. ഇവിടെ ഒരുപാട് ലവ് ബേർഡ്സിനെയും വളർത്തുന്നുണ്ട്. ഇതിവിടുത്തെ കുട്ടികളുടെ ഒരുപാട് എന്റർടൈൻമെന്റ് ഏരിയ ആണ്. കുട്ടികൾക്കായിട്ട് ഇവിടെ ഒരുപാട് റൈഡ്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം എൻട്രി ഫ്രീ ആണ്. അവർക്ക് നല്ല രീതിയിൽ ഇവിടെ എൻജോയ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഇതിനുള്ളിൽ തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് അവിടുന്ന് സ്നാക്സ് ഒക്കെ കഴിച്ച് കുട്ടികളുമായിട്ട് വൈകുന്നേരം നല്ല അടിപൊളിയായിട്ട് ചെലവിടാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. മക്കൾ രണ്ടുപേരും എല്ലാ റൈഡ്സിലും കയറി അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് ഏകദേശം ഒരു 4:30 ആ സമയത്താണ്. ആ സമയമായതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ലായിരുന്നു. തിരക്കൊക്കെ പയ്യെ വരുന്നതേ ഉള്ളായിരുന്നു. നമ്മൾ ഇത്തിരി നേരത്തെയാണ് വന്നത്. ചില സൺഡേ ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇത്തിരി നേരത്തെ ഇറങ്ങിയതാണ്. ചേട്ടൻ പെട്ടെന്ന് തന്നെ സ്ലൈഡറിൽ ഇറങ്ങി. അനിയൻ്റെ സ്ലൈഡർ ഇച്ചിരി സ്ലോ മോഷനായിരുന്നു. അതിനവനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ഇവർ തമ്മിൽ 7 വയസ്സിൻ്റെ ഏജ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ അവൻ നല്ല രീതിയിൽ കെയർ ചെയ്തോളും. കുഞ്ഞൻ്റെ ഒരു വലിയ ഇഷ്ടമുള്ള മൃഗമാണ് പശു. അവന് അതിനെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അങ്ങ് എക്സൈറ്റ്മെൻ്റ് ആയി. അവന് അത് തൊട്ട് നോക്കാനും അത് ജീവനോടെ ഉള്ളതാണോ എന്നൊന്നും അവനറിയില്ലല്ലോ. അവന് വളരെയധികം സന്തോഷവേദനയൊക്കെ കണ്ടത്. അത് തന്നെയല്ല, കുട്ടികൾക്കെല്ലാം ഇവിടെ വരുന്നത് വളരെയധികം ഇഷ്ടവുമാണ്. ഒരുപാട് റൈഡ് ഇനിയുമുണ്ട്. എല്ലാത്തിലൊന്നും ഇവർ കയറിയില്ല. ഇവരിങ്ങനെ ഓടി നടക്കുകയാണ്. ഇത് കൂടാതെ നമുക്കിവിടെ സൈക്കിളും കാറും റെന്റിനെടുക്കാം. കാറിന് 150 രൂപ 15 മിനിറ്റ് സമയത്തേക്ക് അത്രയുമാണ്. സൈക്കിളിൻ്റേത് കറക്റ്റ് എനിക്കറിയില്ല, നമ്മളവിടെ കയറിയിട്ടില്ല. ഇത് കൂടാതെ ഇവിടെ കുട്ടികൾക്കായിട്ട് ബോട്ടിംഗ് ഉണ്ട്. 50 രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്.
ഇപ്പോൾ മഴ ഏകദേശം പെയ്യാറായൊക്കെ നിൽക്കുകയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ടൈമിൽ ഇപ്പം നിലവിൽ ഇവിടെ ആരുമില്ല. നമുക്ക് നന്നായിട്ട് മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് എല്ലാവരും ഒന്ന് കണ്ട് ഇറങ്ങാം എന്ന് കരുതി നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു വാട്ടർ ഫൗണ്ടേഷൻ്റെ ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു നിലവിൽ അത് സ്റ്റിൽ വർക്കിംഗ് അല്ല, അത് പണിതുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കൂടാതെ ഇവിടെ ഒരു വിൻഡ് വീലും സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പം മഴ നന്നായിട്ട് കാർമേഘമൊക്കെ ഇരുണ്ട് മൂടിയിട്ടുണ്ട്. ഉടനെ തന്നെ മഴ പെയ്യുമെന്ന് തോന്നുന്നു. ഇനിയും ഇവിടെ കയറാനായി ഒരുപാട് റൈഡുകളുണ്ട്. ഇവിടെ നിലവിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഇവിടെ കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നിയ ഏറ്റവും ഒരു വെറൈറ്റി ആയ റൈഡ് ഇതാണ്. വളരെ ബിഗ് സൈസിലാണ് ഇത് ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മഴ ഞങ്ങളെ ചതിച്ചു. ഞങ്ങൾ ഇവിടെ പുറത്തോട്ട് ഇറങ്ങാൻ മേലാത്ത രീതിയിൽ പെട്ടുപോയി. ഞങ്ങൾ മഴ കുറയാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. പിന്നീട് ഞങ്ങൾ മഴ നനയാതിരിക്കാൻ വേണ്ടി ഈ റൈഡിലാണ് സത്യം പറഞ്ഞാൽ കയറി നിന്നത്. അങ്ങനെ മഴയൊന്ന് ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയി. അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മൾ ഇവിടെ ഒരു കൂട്ടിൽ 2-3 മുയലുകളെ കണ്ടത്. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് അവരെയൊക്കെ ഒന്ന് കണ്ടു. മഴ വീണ്ടും ചെറുതായി പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കയറി നിൽക്കാനായിട്ട് മാറുകയായിരുന്നു. ഇനിയും ഒരുപാട് റൈഡുകൾ ഇവിടെ കയറാനായിട്ട് വീണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ മഴ നമ്മളെ ചതിച്ചത് കാരണം ഇനി റൈഡിലൊന്നും കയറുന്നത് നടക്കില്ല. ഓൾറെഡി ഇതെല്ലാം നനഞ്ഞ് ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കയറുന്നൊന്നും നടക്കില്ല. പക്ഷേ ഈ മഴയത്ത് നമ്മുടെ വിൻഡ് വീല് നല്ല അടിപൊളിയായിട്ട് അവിടെ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർക്ക് പാർക്കിൽ കയറുന്നത് മാത്രമല്ലല്ലോ, ഇങ്ങനെയുള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയറിൽ മഴ കാണുന്നതും ഒരു ഭംഗി തന്നെയായിരുന്നു. കുഞ്ഞനാണെങ്കിൽ അതിൽ കയറണം ഇതിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് തുള്ളിച്ചാടുന്നുണ്ട്. അവർക്കറിയില്ലല്ലോ മഴ പെയ്തു ഇനി അതിൽ കയറാൻ പറ്റില്ലെന്നും അവർക്കറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നു. അപ്പോഴാണ് നമ്മൾ അവിടെ ഒരു ഡൈനോസറിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അവിടെ ഒരു വലിയ ബിഗ് സൈസ് തന്നെയാണത്. ഒരുപാട് ഇനി സ്പേസുകൾ ഇവിടെ ഒരുപാടുണ്ട്. അവിടെയൊക്കെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് വളരെ ഒരു നല്ല എൻ്റർടൈൻമെൻറ്റ് പ്ലേസ് തന്നെയാണ്. ഇത്ര ചീപ്പായിട്ട് നമുക്ക് ഇത്ര റേറ്റ് കുറഞ്ഞ രീതിയിൽ അങ്ങനെ ഒരു പാർക്കും കുട്ടികൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം കൂടി നമുക്ക് ഒത്തുകിട്ടാനായിട്ട് പാടാണ്. ഇവിടെ എൻട്രി ഫീസും ഇല്ലല്ലോ. അപ്പം നമുക്ക് സത്യത്തിൽ വളരെയധികം കംഫർട്ടാവുന്ന ഒരു പ്ലേസാണിത്. മഴ ചെറുതായിട്ടൊക്കെ കുറഞ്ഞപ്പോൾ കുഞ്ഞിന് പുറത്തോട്ട് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഓടി നടക്കുകയും അതിലെല്ലാം ഓടി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിലും നമ്മൾ ഇതിന് മുന്നേ വന്ന സമയത്ത് ഇത്രയൊന്നും റൈഡുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് പുതിയതായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോൾ പിന്നെയും അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെയൊക്കെയാണ് കുട്ടികൾ കാറൊക്കെ റൈഡ് ചെയ്ത് പോകേണ്ടത്. അത് വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് കുട്ടികൾക്ക്. നമുക്ക് ഇതിലെ നമ്മൾക്ക് ഈ ഇവിടെ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇതിലെയൊക്കെ റൈഡ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഒരുപാട് റൈഡ്സ് ഇവിടെ ഇനിയും ഉണ്ട്. മഴ കാരണം ഒന്നിലും കുട്ടികൾക്ക് കയറാൻ പറ്റിയില്ല. ഇത് കൂടാതെ ഇവിടെ നല്ല രീതിയിൽ നമ്മളുടെ പണ്ടത്തെ ഓരോ വസ്തുക്കളും ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നിലവിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് അതിനുള്ളിൽ കയറാൻ സാധിച്ചില്ല.
ഇതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗമാണ്. നമ്മൾ അവിടെ വീണ്ടും കയറി നിൽക്കേണ്ടി വന്നു മഴ കാരണം. അവിടെ നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ എന്തോ ഫംഗ്ഷനാണെന്ന് തോന്നുന്നു. ഇവിടെ ഓൾറെഡി ഒരു ഓഡിറ്റോറിയം കൂടെ ഇതിനകത്തുണ്ട്. അവിടെ എന്തോ ഫംഗ്ഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നല്ല ലൈറ്റ് സെറ്റിങ്ങും ഒക്കെ ആയിട്ട് വളരെ നല്ല രസമായിരുന്നു അവിടുത്തെ ആ കാഴ്ച പിന്നീടുള്ളത് കാണാനായിട്ട്. അപ്പോഴാണ് നമ്മൾ അവിടെ വീണ്ടും ഒരു ആനയുടെ സ്റ്റാച്ചു കാണുന്നത്. അവിടെ ഒരു വലിയ വള്ളമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. കുറച്ച് വീഡിയോസും കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നീട് നമ്മളിങ്ങനെ മഴയത്ത് പുറത്തിറങ്ങാൻ മേലാത്തതുകൊണ്ട് കുറച്ച് നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ഏകദേശം ഒന്ന് ഇരുട്ടി തുടങ്ങിയപ്പോൾ അവർ ലൈറ്റ്സ് ഒക്കെ അവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. വളരെ രസമായിരുന്നു ആ കാഴ്ച കാണാൻ തന്നെ. ലൈറ്റ്സ് ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ ആ പുൽത്തകടിയിൽ നിന്ന് ആ വെട്ടമൊക്കെ വരുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയായിരുന്നു. ഒരു ചെറിയ രീതിയിൽ മഴയുടെ ചാറ്റിലും ഒക്കെ കൂടി ആയപ്പോൾ മൊത്തത്തിലൊരു നല്ല വൈബായിരുന്നു. നമ്മൾ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് കാർ പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ നല്ല കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നമുക്കതിനായിട്ടൊരു ഗ്രൗണ്ട് തന്നെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അല്ലാതെ നമുക്ക് അവിടെയൊക്കെ നല്ല രീതിയിൽ കാറ് പാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. അപ്പോൾ ഇങ്ങനെ ഗ്ലാസ്സിനകത്തൂടെ നമുക്ക് ആ മഴത്തുള്ളിക്കകത്തൂടെ ആ ലൈറ്റ്സ് ഒക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെയിൻ എൻട്രൻസിലേക്കുള്ള വഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഈ കാണുന്നത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മളുടെ വീട്. ഇവിടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അതിനാൽ ഇവിടെ നമ്മൾ സ്റ്റാൻഡിനകത്തൂടെ കയറി വേണം വീട്ടിലേക്ക് പോകാനായിട്ട്.
അങ്ങനെ ഫൈനലി നമ്മൾ വീടിൻ്റെ അടുത്തെത്താറായി. ഇന്ന് മൊത്തത്തിലൊരു മഴയായിരുന്നെങ്കിലും നമുക്കൊരു പുതിയ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. കുട്ടികളും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈവനിങ് പോയിന്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.